ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു തനി നാടൻ ചിക്കൻ ഫ്രൈ ആണ്. നമ്മൾ പല രീതിയിലുള്ള ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്തിട്ടുണ്ട്, തട്ടുകട സ്റ്റൈലിൽ, അതുപോലെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ. ഇത് പക്ഷേ അത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് എപ്പോഴും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ അതിന് എന്തൊക്കെ വേണം, എങ്ങനെയാണ് തയ്യാറാക്കുക നമ്മൾ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1 ഇഞ്ച് വലുപ്പത്തിലുള്ളൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3-4 അല്ലി ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 4-5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് വരിക. അതിനുശേഷം നമ്മളതിലേക്ക് മുളക് പൊടിയാണ്, കാശ്മീരി വേണമെങ്കിൽ അതെടുക്കാം. ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തത്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി 1/4 ടീസ്പൂൺ, പെരുംജീരകത്തിൻ്റെ പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, പാകത്തിനുള്ള ഉപ്പ്, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ. ജീരകമൊക്കെ നമുക്ക് പൊടിയായിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി വെള്ളത്തിന് പകരം നമ്മൾ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒരു പേസ്റ്റ് രൂപത്തിലാവാൻ എത്ര വിനാഗിരി വേണോ അത്രയും വിനാഗിരി ഒഴിച്ച് ഇത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. മാറ്റിയതിന് ശേഷം ഞാനിപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടലമാവ് തന്നെ വേണമെന്നില്ല, അരിപ്പൊടിയോ കോൺഫ്ലോറോ ഏതായാലും കുഴപ്പമില്ല. മൈദ ഒഴികെ വേറെ ഏതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയാണ് കുറച്ചുകൂടി ബെറ്റർ. ഞാനിപ്പോൾ കടലമാവാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. ചിക്കൻ്റെ വലിയ പീസസൊക്കെ ഒന്ന് വരഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഞാനിപ്പോൾ 1/2 കിലോ ചിക്കനിലാണ് ചെയ്യുന്നത്. മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ എല്ലാം തേച്ചിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടത് ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കരുത്. മുങ്ങത്തക്ക രീതിയിലൊന്നും എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് ചിക്കൻ പീസസ് ഇടുമ്പോൾ മനസ്സിലാവും, ചിക്കൻ പീസ് മുങ്ങാൻ മാത്രം എണ്ണ ഒഴിച്ചിട്ടില്ല. അങ്ങനെ മുങ്ങാൻ മാത്രം ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കോട്ടിംഗ് എല്ലാം എണ്ണയിൽ അങ്ങ് ആയിപ്പോവും. ഇതെല്ലാം ചിക്കൻ പീസിൽ നിന്ന് വിട്ടു പോവും. അപ്പോൾ അത് ചെയ്യരുത്. വളരെ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നാൽ പോലും കുറച്ച് എണ്ണ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയായിരിക്കും. ഇതുപോലെ ചിക്കൻ എല്ലാം നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ആദ്യം ചിക്കൻ പീസസൊക്കെ ഇട്ട് കൊടുത്തത്. ഇനി ഒന്ന് ലോ ഫ്ലെയിം ആക്കുക, കാരണം നമ്മളെ കോട്ടിങ് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഒരു ഹാഫ് കുക്കൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില മുകളിലൊന്ന് വെതറി കൊടുക്കുക. കുറച്ചധികം തന്നെ 2-3 തണ്ട് കറിവേപ്പില എടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഒരു ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ കറിവേപ്പിലയൊക്കെ ആ എണ്ണയിലൊന്ന് ഇതായിക്കോളും. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവറും കൂടിയും കിട്ടും. 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. കോട്ടിംഗ് ഒന്നും പുറത്തേക്ക് പോവില്ല. നല്ല അടിപൊളി ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. ഇത് റെഡി ആയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കോരിയെടുക്കുമ്പോൾ ആ കറിവേപ്പിലെല്ലാം ചേർത്തിട്ട് തന്നെ കോരിയെടുക്കുക. ചിക്കൻ പീസസിൻ്റെ കൂടെ ആ കറിവേപ്പിലയും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. നെയ്ച്ചോറിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. മാത്രമല്ല നമുക്ക് വീട്ടിൽ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസൊക്കെ തന്നെ ചേർത്തിട്ടാണ്. ഇപ്പോൾ സോയ സോസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും ചേർക്കുന്നില്ല. നാടൻ ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. നാടൻ ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റെസിപ്പിയാണ്, ഈസി ആയിട്ട് ചെയ്യാവുന്നതുമാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരും. Thank you.